ഹലോ. അപ്പം ഞാനിന്ന് സംസാരിക്കുന്നത് ഡിമെൻഷ്യ അഥവാ മേധാക്ഷ്യം എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഏകദേശം 55 മില്യൺ ആൾക്കാർ നമ്മുടെ ലോകത്ത് ഡിമെൻഷ്യ ബാധിച്ച ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏകദേശം 11 മില്യൺ ന്യൂ കേസസ് എല്ലാ വർഷവും വരാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡിമെൻഷ്യ? ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന നെർവ് സെൽസിന് ഡാമേജസ് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഏകദേശം 55 to 60 വയസ്സിന് ശേഷം മാത്രമാണ് ഡിമെൻഷ്യ കാണാറ്. വളരെ റെയറായിട്ട് മാത്രമാണ് അതിന് താഴോട്ടുള്ള ആൾക്കാർക്ക് ഡിമെൻഷ്യ കാണുന്നത്. അപ്പോൾ ഡിമെൻഷ്യക്ക് ഒരുപാട് തരം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അഥവാ ഡിമെൻഷ്യ വരാനുള്ള കാരണം അല്ലെങ്കിൽ ചാൻസസ് കൂടുതലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏജ്, അതായത് 55-60 വയസ്സിന് ശേഷം മാത്രമാണ് ഡിമെൻഷ്യ വരാറ് കൂടുതലും. അപ്പോൾ അതൊരു ചാൻസാണ്. പിന്നെ ജെൻഡർ, അതായത് നമുക്ക് ഫീമെയിൽസിനാണ് കൂടുതൽ ഡിമെൻഷ്യ വരാറ്. ആണുങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം റേറ്റ് കൂടുതൽ ഫീമെയിൽസിനാണ്. പിന്നെ നമുക്കൊരു ഡിപ്രഷൻ, ക്രോണിക് ഡിപ്രഷൻ, അതായത് ഒരുപാട് കാലമായിട്ടുള്ളൊരു ഡിപ്രഷൻ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഡിമെൻഷ്യ വരാനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. പിന്നെ നമുക്ക് മുമ്പ് ഏതെങ്കിലും ബ്രെയിൻ ഇഞ്ചറി കാര്യങ്ങളുണ്ടെങ്കിൽ ഡിമെൻഷ്യ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഫാക്ടർ, അതായത് നമ്മൾ സ്മോക്ക് ചെയ്യുന്നതോ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതോ ആൾക്കാരായിരുന്നെങ്കിൽ ഡിമെൻഷ്യ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ കുറവാണെങ്കിൽ, അതായത് അവർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് വളരെ കുറവായത്, അതായത് വൈജ്ഞാനികപരമായിട്ടുള്ള അറിവ് കുറവ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡിമെൻഷ്യ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ ജെനറ്റിക്സ്, അതായത് നമ്മൾ മുമ്പ് പൂർവികർക്ക് ആർക്കെങ്കിലും ഡിമെൻഷ്യ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കും ഡിമെൻഷ്യ വരാനുള്ള ഒരു ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഒരുപാട് തരം അസുഖങ്ങൾ, അതായത് ഹൈപ്പർ ടെൻഷൻ, അതുപോലെ ഒബിസിറ്റി, പിന്നെ അതുപോലെ മുമ്പ് സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇവർക്കൊക്കെ ഡിമെൻഷ്യ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് വരുന്നത് മെമ്മറി ലോസ് അഥവാ മറവി എന്ന് പറയും. നമ്മൾക്ക് ഓർമ്മക്കുറവ്, അതാണ് ഫസ്റ്റ് സിംറ്റം അല്ലെങ്കിൽ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമുക്ക് പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ്, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്തിരുന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ അറിയാതിരിക്കും. ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ അറിയാതിരിക്കുക, പോകുന്ന വഴി ചിലപ്പോൾ മറന്നു പോവുക, പിന്നെ ടൈം നോക്കാൻ അറിയാതിരിക്കുക. പിന്നെ അതുപോലെ ടോയ്ലറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത് ചിലപ്പോൾ വാഷ് ചെയ്യാതെ തിരിച്ചു വരുന്നൊരവസ്ഥ. പിന്നെ ഒന്ന് ഓറിയൻറ്റേഷൻ അറിയാതിരിക്കുക, അതായത് ഇപ്പം ഞാൻ എവിടെയാണ്, ഇതേത് സ്ഥലമാണ്, ഇതേത് ആൾക്കാരാണ്, അങ്ങനത്തെ കാര്യമൊന്നും അവർക്ക് ചിലപ്പം അറിയുന്നുണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സംസാരം നിലച്ചു പോവുക, എന്താ പറയേണ്ടത് അടുത്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാം. നമ്മൾ സംസാരിച്ചിരുന്ന ലാംഗ്വേജ് നമ്മൾ മറക്കാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഡിമെൻഷ്യൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡിമെൻഷ്യ, അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് അൾഷൈമേഴ്സ് ഡിസീസ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അൾഷൈമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഏകദേശം 60-80% ആൾക്കാരിൽ വരുന്ന ഡിമെൻഷ്യ എന്ന് പറയുന്നത് അൾഷൈമേഴ്സ് ഡിസീസാണ്. അതായത് നമുക്ക് മെയിനായിട്ട് മറവിക്കുറവ് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ എബിലിറ്റീസ് യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കുറഞ്ഞു വരിക, അതാണ് അൾസൈമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ വരുന്നത് വാസ്കുലർ ഡിമെൻഷ്യ. അത് പറഞ്ഞാൽ നമുക്ക് ഈ മുമ്പ് സ്ട്രോക്ക് ഹിസ്റ്ററി അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വരുന്ന ഡിമെൻഷ്യയാണ് വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ലെവി ബോഡി ഡിമെൻഷ്യ, അതായത് നമ്മൾ തലച്ചോറിൽ ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോട്ടീൻ, അതായത് ലെവി എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ കാരണം കൊണ്ട് വരുന്ന ഡിമെൻഷ്യയാണ് ലെവി ബോഡി ഡിമെൻഷ്യ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫ്രണ്ടോ ടെമ്പോറൽ ഡിമെൻഷ്യ എന്ന്, അതായത് ഇതാണ് നമ്മുടെ ഫ്രണ്ടൽ ലോബ്, ഇതാണ് നമ്മുടെ ടെമ്പോറൽ ലോബ്. ഒരുപാട് ലോബ്സ് ഉണ്ട് നമുക്ക് തലയ്ക്ക്. അപ്പോൾ ഈ ലോബിൻ്റെ പ്രവർത്തനങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിമെൻഷ്യ. മെയിനായിട്ട് നമുക്ക് നടക്കാൻ, മോട്ടോർ ആക്ടിവിറ്റി, നമുക്ക് നടക്കാനും ഇരിക്കാനും ഓടാനും ഒക്കെ പറ്റുന്ന ആക്ടിവിറ്റീസിന്, അതുപോലെ നമുക്ക് ലാംഗ്വേജ്, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഡിമെൻഷ്യയാണ് ഫ്രണ്ടോ ടെമ്പോറൽ ഡിമെൻഷ്യ. പിന്നെ വരുന്നത് മിക്സഡ് ഡിമെൻഷ്യ, അതായത് ഇതിൽ പറഞ്ഞ എല്ലാ ഏകദേശം കാര്യങ്ങളും പിന്നെ വരുന്നൊരു കോമൺ ആയിട്ടുള്ള ഡിമെൻഷ്യ. ചിലപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഏത് ഡിമെൻഷ്യ എന്ന്. അപ്പോൾ അതാണ് മിക്സഡ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് വേണ്ട മെഡിസിൻസ് ആണ്. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളെ നെർവ് സെൽസ് നശിക്കാൻ തുടങ്ങും. അപ്പോൾ ആ നശിക്കുന്നത് നമുക്കൊന്ന് സ്ലോ ആക്കാൻ പറ്റും, അതിനാണ് നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യുക. അതല്ലാതെ ഇതൊരിക്കലും ക്യൂറബിൾ ആയിട്ടില്ല, അല്ലാതെ ഇത് ഒരിക്കലും മാറുന്നൊരു അസുഖമല്ല ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ തെറാപ്പി, അതായത് നമുക്ക് കോഗ്നിറ്റീവ് സ്കിൽ അല്ലെങ്കിൽ വൈജ്ഞാനികപരമായിട്ടുള്ള സ്കിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തെറാപ്പി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ ലാംഗ്വേജൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള തെറാപ്പി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ്, നല്ല ന്യൂട്രീഷൻ ഫുഡ്, പിന്നെ എഡ്യൂക്കേറ്റിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കെയർ ഗിവിങ്, അതായത് നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ മെയിൻ സപ്പോർട്ടാണ് വേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ അറിയുന്ന ഒരാൾ പെട്ടെന്ന് പിറ്റേ ദിവസം ഇവർക്ക് ഫുഡ് കഴിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്ത ഒരാൾ പെട്ടെന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് അവിടെ വാഷ് ചെയ്യാതെ വരിക. അപ്പോൾ ഈ അവസ്ഥയിൽ കെയർ ഗീവേഴ്സ് നന്നായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലും എന്താ പറയുക, അവരടുത്ത് നമുക്ക് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, കാരണം ഇത് അവർ മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്